US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം അലാസ്കയിൽ നടക്കും. യുക്രൈൻ പ്രസിഡന്റ് വോളദിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കളുമായി ബുധനാഴ്ച വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപ് ചർച്ചയ്ക്ക് എത്തുന്നത്. 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം തേടിയാണ് ചർച്ച. ലോകം ഉറ്റുനോക്കുന്ന അലാസ്കയിലേക്കാണ്. ഈ അലാസ്ക എന്ന് പറയുന്ന ആ സംസ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീകോഡ് വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ഈ അലാസ്ക ഇപ്പോൾ അമേരിക്കയുടെ അധീനതയിലുള്ള ഒരു സംസ്ഥാനമാണ്. അലാസ്കയുടെ ചരിത്രം എത്ര പേർക്കറിയാം? പണ്ട് പണമില്ലാത്തതിന്റെ പേരിൽ വിറ്റ അലാസ്ക, അതായത് രൂക്ഷമായ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ റഷ്യയിലെ സാർ ചക്രവർത്തി അലക്സാണ്ടർ രണ്ടാമൻ തീരുമാനിച്ചു അലാസ്ക വിൽക്കാൻ. അങ്ങനെ 1867 മാർച്ച് മാസം 30 റഷ്യയും അമേരിക്കയും തമ്മിൽ വിൽപ്പന കരാർ എഴുതി. വിലയോ $72 ലക്ഷം. അന്ന് മുതൽ അലാസ്ക അമേരിക്കയുടെ നിയന്ത്രണത്തിലായി. ഇന്ന് US-ന്റെ 49ാം സംസ്ഥാനമാണ് അലാസ്ക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ അതിർത്തിയും ഈ ഭാഗത്താണ്. അതിനാൽ തന്നെ ചരിത്രപരമായും സാമ്പത്തികപരമായും ഈ പ്രദേശം ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ പ്രദേശവും റഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകളുമായുള്ള ബന്ധം കൂടിയാണ് പുതുക്കപ്പെടുന്നത്. ഏതായാലും നമുക്ക് കൃത്യമായി ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അലാസ്ക. അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ $72 ലക്ഷം വിറ്റ അലാസ്ക യുക്രൈൻ അതായത് ക്രിമിയൻ യുദ്ധത്തെ തുടർന്ന് റഷ്യ സാമ്പത്തികമായി ഞെരുക്കത്തിലായി. മാത്രമല്ല വിദൂര പ്രദേശമായ അലാസ്കയിലുള്ള കോളനി സംരക്ഷിക്കുവാനും അവിടെ സാധനങ്ങൾ എത്തിക്കുവാനും റഷ്യക്ക് ധാരാളം പണം ചെലവഴിക്കേണ്ടി വന്നു. ബ്രിട്ടനിൽ നിന്നുള്ള ആക്രമണം ഭയന്ന റഷ്യ ബ്രിട്ടന്റെ കൈവശം അലാസ്ക എത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് അത് അമേരിക്കയ്ക്ക് വിൽക്കാമെന്ന തീരുമാനത്തിലെത്തിയത്. അങ്ങനെയാണ് അലക്സാണ്ടർ ചക്രവർത്തി $72 ലക്ഷം അലാസ്കയെ US-ന് കൈമാറിയത്. അലാസ്കയിലെ ലിറ്റിൽ ഡയമണ്ട്സ് ദ്വീപും റഷ്യയിലെ ബിഗ് ഡയമണ്ട് ദ്വീപും തമ്മിൽ വെറും 3.8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അകലം. ഇവയെ വേർതിരിക്കുന്നത് രാജ്യാന്തര അതിർത്തിയും ഇന്റർനാഷണൽ ഡേറ്റ് ലൈറ്റുമാണ്. ഇതുമൂലം ലിറ്റിൽ ഡയമണ്ട്സ് ദ്വീപ് ബിഗ് ഡയമണ്ട് ദ്വീപിനേക്കാൾ 21 മണിക്കൂർ പിന്നിലാണ്. അതായത് ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോകുമ്പോൾ സമയത്തിൽ 21 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാകുന്നു എന്നാണ് ചരിത്രം. US-നും സോവിയറ്റ് യൂണിയനും ഇടയിലുള്ള അതിർത്തി ആയതിനാൽ ശീതയുദ്ധകാലത്ത് ഈ ദ്വീപുകൾ ഐസ് കർട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ അലാസ്ക കൈവശം വെക്കുന്നവർ ലോകത്തിലെ കൈവെക്കുമെന്നുള്ള ഒരു ധ്വനി ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് വന്നത് എന്ന് നമുക്കറിയാം. അതായത് ലോകമഹായുദ്ധകാലത്ത്, പ്രത്യേകിച്ചും 2ാം ലോകമഹായുദ്ധത്തിൽ US-ന്റെ വടക്കൻ പ്രതിരോധത്തിലെ ഒരു പ്രധാന താവളമായിരുന്നു അലാസ്ക. ജപ്പാൻ സൈന്യം US-ന്റെ മണ്ണിൽ അധിനിവേശം നടത്തിയ ഒരേ ഒരു യുദ്ധക്കളം എന്ന് പറയുന്നത് അലാസ്കയിലെ അലൂഷ്യൻ ദ്വീപുകളായിരുന്നു. US-നും ജപ്പാനും ഇടയിലാണ് അലൂഷ്യൻ ദ്വീപുകൾ. അന്ന് അട്ടു, കിസ്ക എന്നീ ദ്വീപുകൾ ജപ്പാൻ പിടിച്ചെടുക്കുകയും ചെയ്തു. അതായത് ലെൻഡ് ലീസ് ആക്ട്. ഈ ലെൻഡ് ലീസ് ആക്ട് പ്രകാരം സോവിയറ്റ് യൂണിയനിലേക്ക് US-ന്റെ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള പ്രധാന റൂട്ടുകളിൽ ഒന്നായിരുന്നു ഈ അലാസ്ക എന്ന് പറയുന്നത്. അമേരിക്കയുടെ ടോപ്പ് കവർ, അതായത് ഇപ്പോഴും അറിയപ്പെടുന്നത് അമേരിക്കയുടെ ടോപ്പ് കവർ എന്നാണ് അലാസ്കയെ. സോവിയറ്റ് യൂണിയനുമായി നേരിട്ടുള്ള അതിർത്തി പങ്കെടുക്കുന്നതിനാൽ ശീതയുദ്ധകാലത്തും അലാസ്കയും തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്നും ആക്രമണങ്ങളെ ചെറുക്കാനുള്ള ആദ്യ പ്രതിരോധമായാണ് US അലാസ്കയെ കണ്ടിരുന്നത്. ഗാർഡിയൻ ഓഫ് ദ നോർത്ത് എന്നും അമേരിക്കയുടെ ടോപ്പ് കവർ എന്നും അലാസ്കയെ അമേരിക്ക തന്നെ വിളിച്ചിരുന്നു. സോവിയറ്റ് യൂണിയന്റെ വ്യോമാക്രമണ ശ്രമം കണ്ടെത്താൻ സഹായിക്കുന്ന റഡാർ സ്റ്റേഷനുകൾ ശീതയുദ്ധകാലത്ത് അലാസ്കയിൽ US സ്ഥാപിച്ചിരുന്നു. കൂടാതെ നിരവധി വ്യോമത്താവളങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇവിടെ US-നുണ്ട്. ഇത് പ്രതിരോധ സ്ഥാനം എന്ന നിലയിൽ അലാസ്കയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, അതായത് പുടിനും US പ്രസിഡന്റുമാരും. പുടിൻ പല തവണ US പ്രസിഡന്റുമായിട്ട് പല ഘട്ടങ്ങളിലും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ജോർജ് W. ബുഷ്, ബറാക് ഒബാമ, ഡൊണാൾഡ് ട്രംപ്, ജോ ബൈഡൻ എന്നീ പ്രസിഡന്റുമാരുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തി. പ്രസിഡന്റുമാർ മാറുന്നതനുസരിച്ച്
US-റഷ്യ ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് പുടിനുമായി സൗഹൃദപരമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതേസമയം ജോ ബൈഡൻ പുടിനുമായി കാര്യമായ അകൽച്ചയുണ്ടായിരുന്നു. 2015 ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിൽ എത്തിയതാണ് പുടിന്റെ അവസാന US സന്ദർശനം എന്ന് പറയുന്നത്. 2018 ഹെൽസ്കിയിൽ നടന്ന ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ 2016 US തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടു എന്ന ആരോപണത്തെക്കുറിച്ച് തന്റെ ഇന്റലിജൻസ് വിഭാഗത്തിനേക്കാൾ കൂടുതൽ പുടിന് വിശ്വാസമായിരുന്നു ട്രംപ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. എന്നാൽ തന്റെ ആദ്യത്തെ ടേമിന്റെ അവസാനത്തോടെ ട്രംപ് പുടിനോട് അതൃപ്തി പ്രകടിപ്പിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് യുക്രൈൻ വിഷയത്തിൽ യുദ്ധം ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായി. പുടിൻ ഭ്രാന്തമായ രീതിയിൽ പെരുമാറുന്നുവെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. അത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വ്ളാഡിമിർ പുടിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നു? അതായത് രാജ്യാന്തര ക്രിമിനൽ കോടതി പുടിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിലും പുടിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ICCയിലെ അംഗരാജ്യങ്ങൾ പുടിൻ അവരുടെ രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. US ഇതിലെ ഒരു അംഗരാജ്യമല്ല. അതുകൊണ്ട് തന്നെ പുടിനെ US മണ്ണിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നിർണായകമായ കൂടിക്കാഴ്ച, അതായത് റഷ്യ യുക്രൈൻ യുദ്ധമാണ് പ്രധാന ചർച്ചാ വിഷയം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെടിനിർത്തലിലേക്ക് എത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ വഴി യുക്രൈന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നതടക്കമുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ ട്രംപ് ഇവിടെ അലാസ്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ടെലിഫോൺ സംഭാഷണത്തിലൂടെ പറഞ്ഞൊരു കാര്യം, ഞാൻ അവിടേക്ക് പോകുന്നത് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയല്ല, അതായത് യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യത്തിന് വേണ്ടിയല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഉപദേശകരില്ലാത്ത ചർച്ച എന്നുള്ളതാണ്. അതായത് ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ഉപദേശകരില്ല. ഊർജിത വ്യാപാര ബന്ധം പുലർത്തുന്നവർക്ക് നേരെ തീരുവയുടെ വാളോങ്ങിയ റഷ്യയുമായുള്ള നയവും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ആദ്യം ഇരു നേതാക്കളും ഉപദേശകരില്ലാതെ നേരിട്ടാകും ചർച്ച നടത്തുക എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. പിന്നാലെ പ്രതിനിധി സംഘത്തിന്റെ ചർച്ചകൾ നടക്കും. ഇരു രാജ്യങ്ങളിൽ നിന്ന് 5 പേർ വീതമാണ് പങ്കെടുക്കുന്നത്. ചർച്ച വിജയത്തിലെത്തിയാൽ സംയുക്തമായി പുടിനും ഒപ്പം തന്നെ ട്രംപും വാർത്താ സമ്മേളനം നടത്തും. ഇതാണ് സൂചന. ലോകം ഉറ്റുനോക്കുകയാണ് ഈ രാത്രിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നമുക്കറിയാം, അമേരിക്ക പലപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന നയം പലപ്പോഴും ലോക രാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട്. അവരുടെ ചില തെറ്റായ തീരുമാനങ്ങൾ വലിയ വിപത്തിലേക്ക് പല രാജ്യങ്ങളെയും തള്ളിവിട്ട അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യക്കും ഇത് നിർണായകമാണ്. അതായത് തീരുവ വിഷയത്തിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് അമേരിക്കയുടെ സമീപനത്തിൽ അയവുണ്ടാകും എന്നത് ഇന്നത്തെ കൂടിക്കാഴ്ച ഫലത്തെ ആശ്രയിച്ചാകും. ഇന്ത്യക്ക് മേൽ അമേരിക്കയുടെ അധിക തീരുവ പശ്ചാത്തലത്തിലാണ് വ്ളാഡിമിർ പുടിൻ ചർച്ചയ്ക്ക് തയ്യാറതെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചർച്ച പരാജയപ്പെട്ടാൽ റഷ്യയോട് വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ നടപടികളുമായി അമേരിക്ക മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഇരുവരും ചർച്ച നടത്തുമ്പോൾ അവിടെ സെലൻസ്കിയുമായി ആശയവിനിമയം നടത്തിയെന്നുള്ളതാണ്. ട്രംപ് പുടിൻ ചർച്ചയ്ക്ക് മുന്നോടിയായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വിവിധ യൂറോപ്യൻ രാജ്യ തലവന്മാരുമായി ആശയവിനിമയം നടത്തി. വെടിനിർത്തൽ സാധ്യതകൾ തള്ളിക്കളയുന്നില്ലെങ്കിലും യുക്രൈനിലെ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകില്ല, അത്തരത്തിലുള്ള നിലപാട് തങ്ങൾക്ക് ഉണ്ട്. അത് ഉറപ്പാക്കുകയാണ് വ്ളാഡിമിർ സെലൻസ്കി ചെയ്യുന്നത്. ഏതായാലും ഈ രാത്രിയിൽ എന്താണ് സംഭവിക്കുക എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. അവിടെ അലാസ്കയിൽ ചർച്ച നടത്തുമ്പോൾ മഞ്ഞുരുക്കം സാധ്യമാകുമോ എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നു. മറ്റൊന്ന്, ട്രംപ് എന്തുകൊണ്ട് ഇത്തരത്തിൽ മുൻകൈ എടുക്കുന്നു എന്നുള്ളത്. അതായത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം ട്രംപിനുണ്ട്. അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും ട്രംപ് ഇടപെടുന്നത് എന്നതടക്കമുള്ള ചില ഊഹാപോഹങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്.